ഹലോ. അപ്പോൾ ഇന്ന് എനിക്ക് ലഞ്ചിന് മാങ്ങാക്കറിയും തോരനും മീൻ വറുത്തതും ഒക്കെ ആയിരുന്നേ. മാങ്ങാക്കറി എങ്ങനെ വെക്കുന്നത് നോക്കാം. ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് സവോള, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, അതൊക്കെ ആവശ്യത്തിനെടുത്ത് കൈ കൊണ്ട് നല്ലോണം ഞെരടി യോജിപ്പിക്കണം. നമ്മൾ എത്ര നേരം കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി എടുക്കുന്നു എന്നത് വെച്ചിട്ടാണ് കറിയുടെ രുചി. അപ്പം ഞാനൊരു 5 മിനിറ്റ് എബോ ഇളക്കി. പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞ് വിനാഗിരി ഉപ്പ് ഇട്ട് ഇളക്കി വെച്ച് മാങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ല രീതിക്ക് എല്ലാം ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം തേങ്ങയുടെ 2 പാലെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കി ഞാൻ അടുപ്പത്തോട്ട് വെച്ചേ. ഇനി സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് ആ പിഴിഞ്ഞ തേങ്ങയുടെ പീര വെച്ച് ഞാൻ ഒരു പാവയ്ക്കാത്തോരനൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തു. അപ്പോഴത്തേക്കും കറി ഇങ്ങനെ തിളച്ച് വന്നു. കറി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1 പാലില്ലേ, അതൊഴിക്കണം. അതൊഴിച്ച് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കറി വാങ്ങി വെക്കണേ. അതിനുശേഷം നമുക്ക് താളിക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയും കടുകും ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്തെടുത്ത് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചാൽ മാങ്ങാക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിനെല്ലാം കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതും പെട്ടെന്ന് മസാലയൊക്കെ തേച്ച് വറുത്തെടുത്തു. അങ്ങനെ ചോറിന് മീനും മാങ്ങാക്കറിയും തോരനും അച്ചാറും ചമ്മന്തിയൊക്കെ.